കാക്കരാജാവിനും കുയില് രാജാവിനും അവസാനം ടെൻഷനായി. ഇനി ഇവരുടെ രണ്ടുപേരുടെയും വർഗം വിഭജിച്ച് പുതിയൊരു വർഗം ഉണ്ടാവുമെന്നല്ലേ ഈ കാക്കു വർഗം. കാരണം ഈ കുയിലും കാക്കയും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാണ് പിള്ളേരൊക്കെ ഈ കാക്കു കൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ വംശമേ നാശം ഉണ്ടാവുമെന്നൊക്കെ ഇവർക്ക് അവിടെ ഒരു പേടിയായിട്ട്. അപ്പൊ ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് പ്രശ്നമോന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് ഇവരുടെ വർഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് രണ്ട് രാജാക്കന്മാരും കൂടി തീരുമാനിച്ച് ഈ കുടുംബത്തിനെ അങ്ങ് നശിപ്പിച്ചു കളയാണ്, കൊന്നു കളയാന്ന് തീരുമാനിക്കണേണ്. ഇവര് ഈ കുടുംബത്തിനെ അങ്ങ് നശിപ്പിച്ച് കൊന്നു കളയണേ. എന്നിട്ട് അവിടെ ഒരു തീരുമാനം ഇറക്കി, ഇനി മേല ഈ ഈ കാക്ക വർഗത്തും കുയിൽ വർഗമായിട്ട് ചേരരുത്, ഒരിക്കലും പ്രേമിക്കരുത്, കെട്ടരുത്, അങ്ങനെയൊക്കെ തീരുമാനിച്ച്. ഈ സംഭവത്തിന് ശേഷം രണ്ടും അങ്ങോട്ട് ഒരു ശത്രുത ഉണ്ട്, ഇങ്ങനെ കൊന്നു കളഞ്ഞതിന്. ഈ കുയില് വർഗക്കാർക്ക് ഒരു പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടിട്ട് ഇവര് അന്ന് ഈ കാക്കക്കൂട്ടില് മുട്ടയിട്ട് വെക്കും. അപ്പൊ വിരിയണ കൊച്ചി കൂന്ന് വിളിക്കും. അപ്പൊ കാക്കക്കാർക്ക് ദേഷ്യമാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് ഈ കാക്കയും കുയിലും തമ്മിൽ ശത്രുത ഉണ്ടാവാനുള്ള എക്സാക്ട് കാര്യം. കാക്കൂ കൂക്കാ. കാക്ക കൂടെ എവിടെ പറഞ്ഞ പാട്ടുണ്ട്, ആ അത് ഈ കാക്ക വെച്ച് നമുക്ക് പാടാൻ പറ്റും. അതിനെന്താ, ആ പാട്ട് തന്നെ കാക്കു ചേർത്തിട്ട് നമുക്കങ്ങ് പാടിക്കളയാം. നല്ല ബുദ്ധിമാനാണ് കാക്കു. താരം കിട്ടിയാൽ സൂത്രം കൊണ്ട് പറ്റിക്കും. ഇത് കാക്കുവിനെ കുറിച്ചുള്ള ഒരു പാട്ട്. കാക്കു കാക്കു കൂടിവിടെ, കൂട്ടിനകത്തൊരു കാക്കുണ്ടോ? കാക്കുനു തീറ്റ കൊടുക്കാഞ്ഞാൽ കാക്കു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലീ നെയ്യപ്പം. അയ്യോ കാക്കു പറ്റിച്ചോ. ഇതിൽ ഇത്രക്ക് നല്ലൊരു കലാകാരൻ